സഭയുടെ ആത്മീയ വളർച്ച 5-ാം ഭാഗം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെ പറയുന്ന ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിൻ്റെ ആവശ്യകത, ആത്മീയ വളർച്ചയിലും കൃത്യനിർവഹണത്തിലും പ്രായപൂർത്തി എത്തിയിട്ടുള്ളവർക്കല്ല ദാനങ്ങളുടെ പ്രയോജനം, മറിച്ച് കുറവുകളിലും ബലഹീനതകളിലും ശിശുക്കളെ പോലെ എന്നും വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ ശിശുക്കൾക്കാണ്. ഓരോ വിശ്വാസിക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനനുസരിച്ച് കൃപ ലഭിച്ചിരിക്കുന്നു. ഇത് കൃപയുടെ വൈവിധ്യമാണ്. അത് സഭയിലെ എല്ലാവർക്കും ഒരുപോലെയുള്ള ദാനങ്ങളല്ല, മറിച്ച് സഭയുടെ പൊതുവായ വളർച്ചയ്ക്കായി ഓരോരുത്തർക്കും പ്രത്യേകമായ കഴിവുകൾ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് ആത്മീയ ആരോഗ്യം കൈവരിക്കുവാൻ ദൈവിക ദാനങ്ങൾ പ്രയോജനപ്പെടുന്നു. ഇപ്രകാരം ഓരോ വ്യക്തിയും ആത്മീയ വളർച്ചയിൽ പുരോഗമിക്കുമ്പോൾ ഇത് സഭയുടെ ആത്മീയ വർധനയും ക്രിസ്തു എന്ന അതിൻ്റെ തലയോളമുള്ള വളർച്ചയുമാണ്. ദൈവിക ദാനങ്ങൾ സഭാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു സൗജന്യമായി നൽകുന്നത് അവർക്ക് വേണ്ടിയല്ല, സഭയിൽ ആത്മീയ വളർച്ചയിൽ ശിശുക്കളായിരിക്കുന്നവരുടെ ക്രിസ്തു എന്ന തലയോളമുള്ള വളർച്ചയ്ക്കായിട്ടാണ്. ആയതിനാൽ ദാനങ്ങളും വരങ്ങളും സൗജന്യമായി നമുക്ക് നൽകുന്നത് യാതൊരു യോഗ്യതയും പരിഗണിച്ച് നമുക്ക് നൽകുന്ന പ്രതിഫലമായിട്ടല്ല. സഭയുടെ ആത്മീയ വർധനയ്ക്കായി ദൈവം നമ്മെ ഉപകരണങ്ങളാക്കുന്നുവെന്നേ ഉള്ളൂ. ഇത് തിരിച്ചറിയുമ്പോൾ ലഭിച്ചിരിക്കുന്ന താലന്തുകൾ കുഴിച്ചു മൂടാതെ വിനയവും സമർപ്പണമുള്ളവരായി കൂടുതൽ പ്രവർത്തനക്ഷമത പ്രകാശിപ്പിക്കുകയും താലന്തുകളെ ഇരട്ടിപ്പിക്കുന്ന കാര്യവിചാരകന്മാരാകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദുരുപദേശങ്ങളുടെ കാറ്റിൽ ഉലഞ്ഞു പോകുന്ന ശിശുക്കളായിരിക്കാതെ സത്യം സ്നേഹത്തിൽ പങ്കുവെച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് വളരുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വിശ്വാസിയെ ദൈവീകരണത്തിലേക്ക് നയിക്കും. ഈ ആത്മീയ പക്വത പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ഈ വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.